പിന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്. ക്രിസ്മസിന് ഇനി ഒരു 4 ദിവസം കൂടിയേ ബാലൻസ് ഉള്ളൂ. എൻ്റെ ഒരുക്കങ്ങൾ ഏകദേശമൊക്കെ നടക്കുന്നു. അപ്പം നമ്മൾ വൈൻ ഇട്ടു. വൈനെ ഞാനൊരു സുന്ദരനായ ഒരു ബോട്ടിലാക്കി അവന് ഉടുപ്പൊക്കെ ഇടിയിച്ച് സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു ക്രിസ്മസ് കേക്കും കൂടിയേ ബാക്കിയുള്ളൂ. ക്രിസ്മസ് കേക്ക് പ്രിപ്പയർ ചെയ്യുന്നില്ല എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ ഒരു വർഷമായിട്ട് റമ്മിൽ കൊടുത്ത ഫ്രൂട്ട്സ് ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ അതിനെ ഇനിയും വെച്ചുകൊണ്ടിരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാനൊരു കേക്ക് എന്തായാലും പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതൊരു ട്രഡീഷണൽ ഫ്രൂട്ട് കേക്കാണ്. അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഈ കേക്കിൻ്റെ റെസിപ്പി ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണ്ടല്ലോ. അപ്പോൾ നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കുന്നു. ബ്രൗൺ ഷുഗറാണ് എടുക്കുന്നത്, നല്ല കളർ കിട്ടാൻ വേണ്ടി. ഷുഗർ എന്തായാലും ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ഓറഞ്ചിൻ്റെയും നാരങ്ങയുടെയും തൊലി മാത്രമായിട്ടൊന്ന് സ്ക്രേപ്പറിൽ സ്ക്രേപ്പ് ചെയ്തെടുത്താണ്. അതും കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ട് അടിക്കണം. ഇനി നമുക്ക് എഗ്ഗ് ചേർത്തിട്ട് ഇങ്ങനെ അടിക്കാം. ഒരേ സമയം ഒരു എഗ്ഗ് മാത്രമേ ഇടാവുള്ളൂ. ഒന്ന് അടിച്ചതിന് ശേഷം മറ്റൊന്ന്. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഇനി ഓറഞ്ച് ജ്യൂസാണ് ആഡ് ചെയ്യുന്നത്. അതും ഒഴിച്ച് നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ല കളർ കിട്ടാൻ വേണ്ടി കാരമൽ സിറപ്പാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വിസ്കി അല്ലെങ്കിൽ റമ്മ് ചേർത്ത് കൊടുക്കണം. നല്ല മോയിസ്റ്റായിട്ട് കിട്ടും നമ്മുടെ കേക്ക്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. കാഷ്യൂ, ആൽമണ്ട്, കുറച്ച് വാൾനട്ടാണ്. അപ്പോൾ അതിലേക്കൊരു സ്പൂൺ മൈദയും കൂടെ ചേർത്തിട്ട് നമ്മളിങ്ങനെ യോജിപ്പിച്ച് വെക്കണം. അതിനുശേഷം നന്നായിട്ട് നേരത്തെ ഇങ്ങനെ നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മൈദ കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ ഫോൾഡിങ് മെത്തേഡാണ്. ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇനി ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം. ഇനി കുറച്ച് സിനമൺ പൗഡർ വളരെ മസ്റ്റാണ്, എന്നാലേ ആ ട്രഡീഷണൽ മണമൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഗ്രാമ്പൂവും ജാതിപത്രി, അതായത് നട്ട്മഗും കൂടെ പൊടിച്ചത് കുറച്ച് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് 1 വർഷം ഞാൻ റമ്മിൽ കുതിർത്ത് വെച്ചിരുന്ന എൻ്റെ പഴയ ഫ്രൂട്ട്സാണ്. അപ്പോൾ അതും ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് എക്സ്ട്രാ ഫ്രൂട്ട്സ് കൂടി ചേർക്കുന്നുണ്ട്. ഇത് കുറച്ച് ക്രാൻബെറിയാണ്. അപ്പോൾ കുറച്ച് പുളിയായതുകൊണ്ട് കുറച്ചേ ചേർത്തുള്ളൂ. ഇത് ബ്ലൂബെറിയാണ്. പിന്നെ കുറച്ച് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് റൈസിൻസും കൂടെ ചേർത്തു. പിന്നീട് ചോപ്പ് ചെയ്ത നമ്മുടെ ചെറി, പിന്നെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നട്ട്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു കേക്ക് ടിന്നിലോട്ട് നമ്മൾ മാറ്റി. കേക്ക് ടിന്നൊക്കെ നേരത്തെ തന്നെ നമ്മൾ റെഡിയാക്കി വെക്കണം. ഇതൊരു 1.25 മണിക്കൂർ എടുത്ത് കേക്ക് ബേക്കായി വരാൻ. അപ്പം എടുത്തു കഴിഞ്ഞ് ആ ചൂടോടെ തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് വിസ്കിയോ റമ്മോ ചേർത്ത് കൊടുക്കണം. അപ്പോൾ വലിയ കേക്ക് ക്രിസ്മസിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ചൂടൊക്കെ മാറി നന്നായിട്ട് പൊതിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കേക്കിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കളറും ബാക്കി എല്ലാ ടെക്സ്ചറും എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ടാണ് വന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഈ കേക്ക് ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്. അപ്പോൾ ബൈ.